ഹായ് നമസ്കാരം. അങ്കമനിടയിലൂടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള റിവ്യൂ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. റിവ്യൂ എന്നതിനേക്കാൾ ഉപരി ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ ഒരു സിനിമയിലെ മാജിക്കിനെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അതിലൊരുപാട് പോരായ്മകൾ ഇല്ല എന്നല്ല, പോരായ്മകളുള്ള ഒരു സിനിമ തന്നെയാണ് ദൃശ്യം 3. അതിനൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ സിനിമ എന്തുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്നെ പിടിച്ചിരുത്തിയ ഒരു ചിന്ത. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ജനങ്ങളുടെ ഹൃദയം. നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഒരു പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തേക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ജനങ്ങൾ ഏറ്റെടുക്കാതെയും പോകാം. അങ്ങനെയാണ് പൊതുജനത്തിൻ്റെ സ്വഭാവം. നമ്മളെ ഒരാൾ അല്ല ഒരു സമൂഹം എന്ന് പറയുന്നത്. ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം, അത് കേൾക്കാം, കേൾക്കാതിരിക്കാം, ഉൾക്കൊള്ളാം, തള്ളിക്കളയാം. നമ്മൾ പ്രതീക്ഷിച്ചൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, ദൈവമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഒരു സിനിമ എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ദൃശ്യം അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സിനിമ തന്നെയാണ്. ദൃശ്യം 1-ലും ലോജിക്ക്ലെസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ അത് ഇടകേറി പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ആ സിനിമയിൽ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു അനുഭവം അത് വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ കഴിച്ച ഒരു ഭക്ഷണ പദാർത്ഥം വ്യത്യസ്തമായ ഒരു എന്താ പറയുക, ഒരു ഐസ്ക്രീമാണെന്ന് കരുതുക. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. വീണ്ടും അത് കഴിച്ചാൽ നമുക്കത് അത്ര വലിയ ഇഷ്ടമൊന്നും ആവണമെന്നില്ലേ. നമ്മൾ അന്ന് കഴിച്ചതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയും. രണ്ടാമതും മൂന്നാമത് നാലാമത് കഴിച്ചാലും നമ്മൾ ആദ്യമായിട്ട് കഴിച്ച ആ ദിവസത്തെയും ആ സ്ഥലത്തെയും കുറിച്ചോ, അല്ലെങ്കിൽ ആ ഒരു ഐസ്ക്രീമിൻ്റെ അന്നത്തെ ക്വാളിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വിശാലമായിട്ട് സംസാരിക്കും. അങ്ങനെ തന്നെയാണ് സിനിമയും. ഒന്നാം ഭാഗത്തോളം പിടിച്ചു നിൽക്കുന്ന രണ്ടാം ഭാഗമോ മൂന്നാം ഭാഗമോ ഒന്നും വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, എൻ്റെ അനുഭവത്തിനുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇത്. എന്തായാലും ദൃശ്യം എന്ന സിനിമ ഞാനന്ന് തിയേറ്ററിൽ പോയി കാണാൻ കാരണം എൻ്റെ സുഹൃത്ത് അവിടെ ക്യാൻസലായിട്ടുള്ളൊരു ടിക്കറ്റ്, 2 ടിക്കറ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് അവസരം കിട്ടിയതാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നൊരവസ്ഥയായിരുന്നില്ല അന്ന്. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളും ഈ ഒരു സിനിമ കാണുവാനായിട്ട് സിനിമ തിയേറ്ററിലെ സീറ്റുകൾ ബുക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ദൃശ്യത്തിലെ കഥാപാത്രവും ആ സിനിമയും ജനങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമാണ്. നമുക്കറിയാം ജോർജ് കുട്ടി നമ്മളിൽ ഒരാളാണോ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു ഇടപെട്ട ഒരാളാണെന്നോ അയൽക്കാരനാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ആ സിനിമ കാണുന്നത്. കാരണം അത്രത്തോളം കൗതുകവും അത്രത്തോളം ആകാംക്ഷയും ആ സിനിമയെക്കുറിച്ചും ആ കഥാപാത്രങ്ങളെക്കുറിച്ചും മലയാളികൾക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തൊരു വ്യക്തിയെ, അദ്ദേഹത്തിന് എന്തുണ്ടായി, അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം നയിക്കുന്നത് ജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എന്തൊക്കെ സംഭവിച്ചു, മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയാനുള്ള ചെറിയൊരു കൗതുകം ആകാംക്ഷയൊക്കെ നമുക്കുണ്ടായിരിക്കും. അതുതന്നെയാണ് ദൃശ്യം 3 എന്ന സിനിമയുടെ വിജയരഹസ്യം. ദൃശ്യം 2 സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ദൃശ്യം 3ക്ക് ഇത്രത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ, പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാരുടെ കാര്യമാണ്, നമുക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം. എന്തായാലും എൻ്റെ ഒരു തോന്നലിൽ അത് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് തോന്നൽ. പക്ഷേ എൻ്റെ ബുദ്ധി അങ്ങനെയല്ല പറയുന്നത്. മനസ്സ് പറയുന്നു അപ്പോൾ ഒരു പക്ഷേ വീണ് പോയേക്കാമെന്ന്. പക്ഷേ ബുദ്ധി പറയുന്നത് അങ്ങനെയല്ല. കാരണം ഈ പറഞ്ഞ വ്യക്തിയെ കാണാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായി എന്ന് കാണാനും ആകാംക്ഷയുള്ള മലയാളി പ്രേക്ഷകർ നിർബന്ധമായിട്ടും ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കും, വിത്ത് ഫാമിലി. അത് തന്നെ വലിയൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ബിസിനസ്സിനെ സംബന്ധിച്ച വലിയ വിജയമാണ് ഇപ്പോൾ ദൃശ്യം എന്ന സിനിമയ്ക്ക് മലയാളക്കരയിൽ മാത്രമല്ല എവിടെയൊക്കെ മലയാളിയുണ്ട് അവിടെയൊക്കെ വിജയം വരിക്കാൻ കാരണമായതും. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയവും. ഇത്തരം പ്രേക്ഷകരുള്ളിടത്തോളം കാലം ദൃശ്യത്തിൻ്റെ ഇനിയും സീരീസുകൾ വരികയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. കാരണം മലയാളി പ്രേക്ഷകരുടെ ഒരു പ്രത്യേക സ്വഭാവം നമുക്കറിയാം. ഇഷ്ടപ്പെട്ട കാര്യത്തിന് അവർ വീണ്ടും വീണ്ടും താലോലിക്കും. അവരത് എന്താണ് അതിന് സംഭവിച്ചേക്കുക. അപ്പോൾ നമ്മൾ തന്നെ പല സിനിമകളിലും സംഭവിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ എന്തായിരിക്കും ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട്. ഈ കഥാപാത്രങ്ങൾ വെറും കഥാകാരൻ്റെ സൃഷ്ടിയാണെന്നുള്ള ബോധ്യം ഇല്ലാതല്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ എവിടേക്കോ നമ്മൾ കരുതി പോവുകയാണ് ഈ വ്യക്തികൾ യഥാർത്ഥത്തിൽ ജീവിച്ചവരാണെന്ന്. അതുകൊണ്ടാണല്ലോ കിരീടത്തിൽ സേതുമാധവൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടി ജനങ്ങളെന്ന് ആഗ്രഹിച്ചത്. ആട് എന്നുള്ള സിനിമയുടെ 2ാം ഭാഗത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചത് അതിൽ എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ എങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അതുപോലെ റാംജി റാവു സ്പീക്കിങ്ങും അക്കരെ അക്കരെ അക്കരെയൊക്കെ കടന്നു വന്നതൊക്കെ നമുക്കറിയാം. നാടോടിക്കാറ്റിൻ്റെ 2ാം ഭാഗം എന്നൊക്കെ ഇത് ജനങ്ങളുടെ ഇഷ്ടമാണത്. അതുപോലെ തന്നെ സേതുരാമയ്യർ CBI, കമ്മീഷണറിൽ ഭരത്ചന്ദ്രൻ, ഇവരൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ സിനിമ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് ദൃശ്യം എന്ന സിനിമയ്ക്ക് സംഭവിച്ച വലിയ വിജയത്തിൻ്റെ പിന്നിലുള്ള കാര്യം. എന്നെ സംബന്ധിച്ചിട്ട് സിനിമ എനിക്ക് പൈസ വസൂലായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ ആ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. രണ്ടാമതും സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് വിത്ത് ഫാമിലി. അത് അടുത്ത ദിവസമാണ്. അത് കണ്ടതിന് ശേഷം ഞാൻ
കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല. കാരണം ഈ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് കാണാൻ പോകുന്നത്. വെറുതെ കാണാൻ പോകില്ലല്ലോ. ഞാനന്ന് തിയേറ്ററിൽ അനുഭവിച്ച അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജനങ്ങളെല്ലാം തന്നെ പിൻ ഡ്രോപ്പ് സൈലൻറ്റിലാണ് ഇന്ന് ആ തിയേറ്ററിൽ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യ ഷോ തന്നെ കണ്ടതാണ്. ഇതിൽ കൂടുതലും ഫാമിലീസാണ് ഞാൻ പോയ തിയേറ്ററിൽ വന്നിരുന്നത് കേട്ടോ. അല്ലാതെ ഫാൻസിൻ്റെ ഒരു തിരയിളക്കമുള്ള ഒരു തിയേറ്റർ ആയിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ എനിക്കത് സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കും, ആ സിനിമ ആളുകൾ ഏറ്റെടുത്തു എന്ന്. കയ്യടി ബഹളമായിരുന്നു, പ്രത്യേകിച്ച് സിനിമ കഴിഞ്ഞിട്ട്. കാരണം കഴിഞ്ഞ് ലാസ്റ്റത്തെ ആ സീൻ കണ്ടവർക്കറിയാം. ആ സീൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ലാലേട്ടൻ നടന്നു വരുന്നതോടുകൂടിയാണ് ക്ലോസപ്പ് ഷോട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് പതിവ് പോലെ ദൃശ്യം എന്ന് പറഞ്ഞ ആ സംഭവം കണ്ണടയ്ക്കുന്നിടത്ത് പടം അവസാനിക്കുകയാണ്. അതാണ് അതിൻ്റെ ഷോട്ട്. അത് തന്നെയാണ് വേണ്ടതും. അതങ്ങനെ മനോഹരമായിട്ട് തന്നെ ആ സിനിമ ആളുകൾ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവായിരുന്നു ആ കയ്യടി. ഈ കയ്യടി പല സിനിമകൾക്കും മുന്നും ഉണ്ടായിട്ടാണ്. ടർബോ എന്ന സിനിമ കണ്ടപ്പോൾ ഇതുപോലെ കയ്യടി എന്നുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുടെ കയ്യിൽ സിനിമ കിട്ടണ്ടേ. ഇതിവിടെ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന ആൻ്റണി പെരുമ്പാവൂർ എന്ന ബുദ്ധിമാനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കും. അദ്ദേഹം തിയേറ്ററുകൾ ഒരുക്കി കൊടുക്കും. അങ്ങനെ പടം വിജയിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പ്രോപ്പറായിട്ടുള്ള റിലീസിങ് ടൈമിൽ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്തതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ 160 കോടിക്കടുത്തുള്ളൊരു തുക സിനിമ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കണം. ഇന്നലത്തെ കണക്ക് പ്രകാരം ഒരു 175 കോടിയോളം, ഇന്നും ഇന്നലേക്കായിട്ട് ഏകദേശം ഒരു 175 കോടിയോളം രൂപ ഈ സിനിമ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കാനുള്ള സാധ്യതകളാണ് ഞാൻ വിലയിരുത്തുന്നത്. സാധ്യതകളാണ് കേട്ടോ, പുറത്തൊന്നും വിട്ടിട്ടില്ല. 150 കടന്നു എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് മാത്രമേ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ളൂ. ഏതായാലും ഈ സിനിമ 200 കൊണ്ട് അവസാനിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം നാളെ ഇനിയിപ്പോൾ കാട്ടാളൻ എന്ന സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ, അതും ഒരു കിടിലൻ ആക്ഷൻ എൻ്റർടൈനറാണ്, അതിന് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് തിയേറ്ററുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നല്ല ഹെവി റെസ്പോൺസ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ എന്താവുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ നിമിഷം വരെ ആ സിനിമയ്ക്ക് നല്ലൊരു ഗ്രോത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ടിക്കറ്റ് കിട്ടിയില്ല. ഇന്നലെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇന്നേക്ക് നോക്കിയപ്പോൾ അത് കിട്ടുന്നില്ല. തൃശ്ശൂരിലെ എല്ലാ തിയേറ്ററും ഒരുവിധം എല്ലാം ഫുള്ളാണ്. പിന്നെ അറ്റത്തൊക്കെ ഉള്ള തൃശ്ശൂരിൻ്റെ അതിർത്തിയിലുള്ള ചില ഗ്രാമപ്രദേശത്തും അല്ലെങ്കിൽ നഗരവും എന്ന് പറയാൻ പറ്റാത്ത ചില കൊച്ചു പട്ടണങ്ങളുണ്ട്. അവിടെയുള്ള തിയേറ്ററുകളിൽ മാത്രമേ സിനിമ ഒരു ഷോയ്ക്കുള്ളൂ. അതും 11 മണിക്കുള്ള ഷോയ്ക്കാണ് ഉള്ളത്. അവിടെയൊക്കെ പോയി കാണാമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് യാത്ര ചെയ്ത് എത്തണോ. ഏകദേശം ഒരു മണിക്കൂറുള്ള യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെയാണ്, 3/4 മണിക്കൂറുള്ള യാത്ര ചെയ്തെത്തേണ്ട സ്ഥലങ്ങളൊക്കെയാണ്. ടൗൺ പ്രദേശത്ത് അല്ലെങ്കിൽ സിറ്റി പ്രദേശത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരുവിധം എല്ലാ തിയേറ്ററും ഫുള്ളാണ്. രാത്രി 11:30-ക്കൊക്കെയാണ് ഷോ ഉള്ളൂ. അങ്ങനെ പിറ്റത്തെ ദിവസം, അതായത് നാളേക്ക് നോക്കി 28-ാം തീയതി, അപ്പോഴാണ് ഒരു 2 സീറ്റ് ഞങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുള്ള പോലെ 2 സീറ്റ് കാണുന്നുണ്ട്. 2 സീറ്റ് വേറെ സൈഡിൽ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ. ഉള്ള സത്യമാണ് പറയുന്നത്. നിങ്ങൾക്കത് ബുക്ക് മൈ ഷോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും സിനിമ വിജയത്തിലേക്കാണ് പോകുന്നത്, വൻ വിജയത്തിലേക്കാണ് പോകുന്നത്, ഇൻഡസ്ട്രി ഹിറ്റിലേക്കാണ് പോകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ ഒരാഴ്ച ഇനി കാട്ടാളനോട് എതിർത്ത് എങ്ങനെ നിൽക്കുമെന്നുള്ളത് നോക്കിയിരിക്കും ബാക്കിയുള്ള കളക്ഷൻ്റെ കാര്യം. എന്തായാലും പടം വിജയത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ എനിക്ക് ആദ്യ ഷോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. അതിൽ പോരായ്മകളെന്ന് ചോദിച്ചാൽ ഒരുപാട് പോരായ്മകൾ എടുത്ത് പറയേണ്ടതുണ്ട്. അങ്ങനെ പോരായ്മകൾ ഇഴകീറി പരിശോധിച്ച് സിനിമയെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്ന കാര്യമുള്ളൂ. തീരെ ഇഷ്ടപ്പെടാൻ പറ്റാത്തത്ര വിധത്തിലൊരു മോശം സിനിമയൊന്നുമല്ല അത്. നല്ല സിനിമയാണ്. ഒരു ആവറേജിൻ്റെ മുകളിലേക്ക് സിനിമയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം, അങ്കമാലി ഡയറിയുടെ അഭിപ്രായം. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ആ ഒരു ഒറ്റ കഴിവുമയാണ് സിനിമ അവസാനത്തെ ഒരു 15 മിനിറ്റ് നേരം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് അവസാന 15 മിനിറ്റ് നേരത്തേക്ക്. 40 മിനിറ്റോളം അവസാനത്തെ 40-45 മിനിറ്റ് നമ്മുടെ ജീത്തു ജോസഫ് എന്ന തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും വിജയമാണ് അവിടെ നമ്മൾ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു ഫസ്റ്റ് ഹാഫ്, ഒരുവിധം ആവറേജ് ഫസ്റ്റ് ഹാഫും അതിൻ്റെ ഫസ്റ്റ് ഹാഫ് പഞ്ചായിട്ട് നിർത്തിയിരിക്കുന്ന എൻഡിങ് പോർഷൻ, അതും നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. ഗംഭീരമായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില ക്യാമറ ഷോട്ട്സ് ഇത്തിരി മോശമായിട്ട് തോന്നി. ചില മൊബൈലിലെടുത്ത പോലെ ചില സീനുകൾ എനിക്ക് ഫീൽ ചെയ്തു. ഒരു പക്ഷേ സ്ക്രീനിൻ്റെ പ്രശ്നമായിരിക്കാം, ഞാൻ കണ്ട തിയേറ്ററിൻ്റെ കുഴപ്പമായിരിക്കാം, അതുമല്ലെങ്കിൽ അവരെടുത്ത ക്യാമറയുടെ പ്രശ്നമായിരിക്കാം. പ്രത്യേകിച്ച് അതിൽ തോമസ് ബാസ്റ്റിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഡി ജി പി അല്ല, അദ്ദേഹം നമ്മുടെ ഭരത് ഗോപിയുടെ മകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ
അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിഷമം തോന്നിയൊരു ക്യാമറ ഇത്തിരി മോശമായി തോന്നി. അതത്ര പെട്ടെന്നൊന്നും കാണില്ല, ഞാനിങ്ങനെ ടെക്നിക്കലി നോക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് മനസ്സിലായെന്ന് മാത്രം. അപ്പോൾ എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഇതുപോലെ കളക്ഷനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, സി യു. ദിസ് ഇസ് പിൻറ്റോ അങ്കമാലി സൈനിങ് ഔട്ട്, അങ്കമാലി ഡയറി.